ഗുഡ് മോർണിംഗ്. രജിത ബാലു ആണേ. ഒത്തിരി നാളായിട്ടുണ്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് കേട്ടാ. അപ്പോഴേ ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് വീഡിയോസ് ഇല്ലാത്തത് എന്ന് നമ്മുടെ വ്യൂവേഴ്സിനെ അറിയിക്കാനുള്ള ഒരു കടമയുണ്ടായിരുന്നല്ലോ. യഥാസമയം അത് അറിയിക്കാത്തതിൻ്റെ പേരിലാണ് കേട്ടാ ക്ഷമ ചോദിച്ചത്. അപ്പോഴേ വീണ്ടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്, അൺഫോളോ ചെയ്ത് പോവരുത്. വീഡിയോസ് ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് അൺഫോളോ ചെയ്ത് പോവരുത്. എന്തായാലും അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ എന്തായാലും വരാം. ഇപ്രാവശ്യം നമുക്ക് വീഡിയോസ് വായിക്കാനായിട്ട് കാരണം എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് എപ്പോഴും തന്നെ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോരേണ്ടതായിട്ട് വന്നു. അറിയാലോ, എളാമ്മയുടെ വീട് എറണാകുളത്താണ്. അപ്പോൾ എളാമ്മയുടെ വീട്ടിൽ കുറച്ച് പണികളുണ്ട്. പെയിൻറ്റിങ്ങും മൊസൈക്ക്, ക്ലീനിങ്, വാഷിങ്, പോളിഷിങ് ഒക്കെ ആയിട്ട് കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതിനായിട്ടാണ് എളാമ്മയുടെ അടുത്ത് വന്നിട്ടുള്ളത്. ഏകദേശം 2 ആഴ്ച ആവാറായിട്ടുണ്ട്. പണികൾ ഏകദേശം ഒതുങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മെഷീനറിയുടെ ശബ്ദമൊക്കെ കേൾക്കാം. മൊസൈക്ക്, ക്ലീനിങ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴേ ഇതാണ് എളാമ്മയുടെ ചുറ്റുവട്ടം കേട്ടോ. എളാമ്മയുടെ തൊട്ട് ഒരു നൈബറും അതുപോലെ ഓപ്പോസിറ്റ് ഒരു വീടും ഡോക്ടേഴ്സിൻ്റെ വീടാണ് കേട്ടോ. അതുപോലെ നല്ല എന്താ പറയുക, നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള നൈബേഴ്സാണ് ചുറ്റും ഉള്ളത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളായിട്ടാണ് വീടുകളുള്ളത്. ട്വിൻ ഹൗസാണ് കേട്ടോ ശരിക്കും എളാമ്മയുടെ വീട് എന്ന് പറയുന്നത്. അപ്പോഴേ എളാമ്മയുടെ ഓപ്പോസിറ്റുള്ള ഡോക്ടറുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ളതാണ് ഈ പവിഴമല്ലി. നല്ല രസമല്ലേ പവിഴമല്ലിയുടെ പൂവ്? അതുപോലെ അതിൻ്റെ ഫ്രാഗ്രൻസും അതെ കേട്ടോ. എന്താ പറയുക, ഒരു പ്രത്യേക എന്താ പറയുക, അത് നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കന്നെ വേണം കേട്ടോ. അതിൻ്റെ ചെടിയാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിൻ്റെ കമ്പ് കൊണ്ടുപോയിട്ട് എനിക്ക് അവിടെ പിടിച്ച് കിട്ടിയില്ല. നമ്മുടെ തൃശ്ശൂർ കൊണ്ടുപോയിട്ട് നമ്മുടെ മണ്ണിൽ പിടിച്ച് കിട്ടിയിട്ടില്ല. ഇനി നമ്മുടെ ഡോക്ടർ വീട്ടിൽ വരുന്ന ഒരു ചേച്ചി എനിക്കിതിൻ്റെ വിത്ത് പാവിയിട്ട് അതിൻ്റെ തൈ മുളപ്പിച്ച് പിടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പൂക്കളുണ്ടാവുന്നേ. നേരം വെളുത്ത് നമ്മൾ ഈ പ്ലാന്റിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും കാണാം വിരിഞ്ഞ് കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടാവും. താഴെ റോഡിൽ നിറയെ ഇതിൻ്റെ പൂക്കളാവും. നമുക്ക് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കുഞ്ഞുകുട്ട നിറയെ കിട്ടും കേട്ടോ. അതുപോലെ എളാമയ്ക്ക് 2 മുല്ലയാണുള്ളത്. അതുപോലെ ഒരു ചെമ്പരത്തി. ഒന്ന് ഈ കാണുന്ന വള്ളിമുല്ലയും പിന്നെ ഒരു നല്ല ഉണ്ടമുല്ല, കല്യാണമുല്ല പോലത്തെ അല്പം കൂടെ വലിപ്പമുള്ള നല്ല സ്മെല്ലുള്ള മുല്ലയാണ് കേട്ടോ ഉള്ളത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ബാലു ഒന്ന് ക്രോപ്പ് ചെയ്ത് ചെറുതാക്കിയിട്ട് നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ടും വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഫ്രീ ആണ്. ബാലു ആണെങ്കിൽ എപ്പോഴും പണിക്കാരുടെ കൂടെ ഉണ്ടാവും. അവരൊക്കെ നോക്കി അവരോട് വർത്തമാനം പറഞ്ഞ് നടക്കും. ഞാൻ ഫ്രീ ആണ്. എന്നിരുന്നാലും വ്ളോഗും വീഡിയോയും പിടിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. നിറയെ സാധനങ്ങളും ഫർണിച്ചറൊക്കെ വലിച്ചു വാരി ഇട്ടേക്കല്ലേ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാതിരുന്നത്. ഈ ഡേറ്റാണ് 2 ദിവസമായിട്ട് ഞാൻ ഷോർട്സ് തന്നെ ഇടാമെന്ന് വിചാരിച്ചത്. കാരണം എനിക്കിങ്ങനെ എളാമ്മയുടെ നമ്മൾ എന്താ പറയുക ഷോക്കേസും അതുപോലെ എളാമ്മയുടെ ഓരോ രീതികളും ശീലങ്ങളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആരാധനയാണ് കേട്ടോ. എളാമ്മ എന്ന് പറയുന്നത് കേന്ദ്രീയ വിദ്യാലയത്തിലെ റിട്ടയർഡ് ടീച്ചറാണ്. ബയോളജി ടീച്ചറായിരുന്നു. അപ്പോഴേ ഒരുപാട് ബുക്സൊക്കെ വായിക്കുന്ന ആളാണ് കേട്ടോ. എളാമ്മയുടെ റുട്ടീൻ നല്ല രസമാണ്. രാവിലെ തന്നെ 2 പത്രം അരിച്ചു പെറുക്കി വായിക്കാന്ന് പറയില്ലേ, അത് വായന കഴിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ ഒരുപാട് ബുക്സുകൾ വായിക്കും. നല്ല നല്ല ബുക്സുകൾ, ഒരുപാട് ബുക്സിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ട് കേട്ടോ. എളാമ്മയുടെ ഒരു വാൾ പ്ലേറ്റാണ് ഞാൻ കാണിച്ച് ഇന്നലെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്, നടരാജയുടെ. ഇനിയും ഒരുപാടുണ്ട് കേട്ടോ. ഞാൻ ഷോർട്സാക്കി എടുക്കാനായിട്ട് ഒക്കെ എടുത്തു വെച്ചിരിക്കുക. ഒരുപാട് വർഷം 10-35 വർഷത്തിൽ പരം പഴക്കമുള്ള എന്താ പറയുക വെഡ്ഡിങ് കാർഡുകൾ വരെ എളാമ്മയുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ ഡ്രസ്സുകളായിക്കോട്ടെ, ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഒക്കെ സൂക്ഷിച്ചു വെക്കും. ഭയങ്കര സൂക്ഷ്മമുള്ള ഒരു ആളാണ് എളാമ്മ. അപ്പം അതൊക്കെ ഞാൻ വഴിയെ ഷോർട്സിലൂടെ പറ്റുകയാണെങ്കിൽ ഇടാം കേട്ടോ. 1989 ഒരു പാർക്കറുടെ മഷിയുടെ ബോട്ടിൽ വരെ കിട്ടി. എനിക്കതൊക്കെ കണ്ടപ്പോഴേ എന്താ പറയുക, നൊസ്റ്റാൾജിയേക്കാളും ഉപരി വേറെ എന്താണ് അതിനെ പറയുക. അപ്പോഴേ ഈ ട്വിൻ ഹൗസാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ മതിലുമലൊക്കെ നമ്മൾ എളാമ്മയ്ക്ക് പണ്ടൊക്കെ പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ വയസ്സായല്ലോ. അതുപോലെ തന്നെ 2-3 പെറ്റ്സ് നമ്മുടെ പൂച്ചകളുണ്ട് കേട്ടോ. ഇത് ഗോപകുമാറാണ്. ഇനി എളാമ്മയുടെ ഏറ്റവും അടുത്ത പെറ്റുണ്ട്, അപ്പു ആണ്. അപ്പു ഈ പെയിൻറ്റാരുടെയും മൊസൈക്കാരുടെയും ഒക്കെ നിഴല് കാണുമ്പോഴേക്കും പമ്പ കിടക്കൂട്ടാ. ഇനി അവർ പോയതിന് ശേഷമേ വരുള്ളൂ. അതുപോലെ ഒരു അമ്മപ്പൂച്ചയും കൂടി ഉണ്ട്. ആളകത്തുണ്ട്. ആള് അടുത്തത് ക്യാരി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു.
ഇതാണ് ഇപ്പോൾ ഒന്ന് വാഷ് ചെയ്ത ഏരിയ കേട്ടാ, നമ്മുടെ മൊസൈക്കിൻ്റെ ഭാഗം. ഇനി സ്റ്റെപ്പ് ഒന്ന് നോക്കി നോക്കിയേ, വളരെ അഴുക്ക് പിടിച്ചിട്ടായിരിക്കണേ. അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് ഇത് പോളിഷ് ചെയ്തതിന് ശേഷം എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം കേട്ടാ. 33 വർഷത്തോളം പഴക്കമുണ്ട് ഈ വീടിന്, അന്നുള്ള മൊസൈക്കാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം പോളിഷ് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ഷോർട്സിൽ ഇടാട്ടാ. അപ്പോഴേ ഈ ഒരു ഏരിയയിലുള്ള എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ മൊസൈക്കൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരും മുന്തിയ ഇനം ഇപ്പം ലേറ്റസ്റ്റ് ഏതാണോ ആ രീതിയിലുള്ള ടൈലും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇളയച്ചന് പക്ഷെ മൊസൈക്ക് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോവാന്ന് വിചാരിച്ചത്. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നത് വളരെ ശരിയാണ് അല്ലേ. ഇവിടുത്തെ ഓരോ സാധനങ്ങൾ കാണുമ്പോഴും എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. അതുപോലെ തന്നെ ഈ ഒരു വീട്ടിലേക്ക് കയറുന്നതിന് അനുസരിച്ച് തന്നെ ഇവിടേക്ക് ആവശ്യമായിട്ടുള്ള ഷെൽഫുകളാണെങ്കിലും ഫർണിച്ചറുകളാണെങ്കിലും അലമാര അങ്ങനെ എല്ലാതും എന്താ പറയുക ആൾ നിർത്തിയിട്ട് പണിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോഴും അതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ്ങും ഉറപ്പും ഒക്കെ കാണണം. ശരിക്കും ഈ ഒരു കുഷ്യനും കൂടെ മാറ്റിയിട്ട സോഫ സെറ്റിയൊക്കെ നമുക്ക് പുത്തനാണെന്നേ തോന്നുള്ളൂ കേട്ടോ. അതുപോലെ ഉപയോഗശൂന്യമായ ഒരുപാട് സാധനങ്ങൾ, എന്താ പറയുക റേഡിയോ, ഫോണുകൾ, സ്റ്റൗവ്, പിന്നെന്താ അയൺ ബോക്സിലെ പണ്ടത്തെ ഇരുമ്പിൻ്റെ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പഴയതുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ആക്രിക്കാരന് കൊടുക്കുക ചെയ്തത്. കാരണം ഒരു വണ്ടി നിറയെ ആക്രിക്കാരന് കൊണ്ടുപോകാനുള്ളതുണ്ടായിരുന്നു. അതുപോലെ അമൂല്യങ്ങളായിട്ടുള്ള ഇതുപോലെയുള്ള ആറന്മുള കണ്ണാടി പോലെയുള്ള മറ്റു പല സാധനങ്ങളും നമ്മൾ വീണ്ടും സൂക്ഷിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോഴേ ഒരു സന്ധ്യാസമയം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.